സൂരജ്, ഇന്ന് പ്രധാനമന്ത്രി അവിടെ അല്പസമയത്തിനകം മിനിറ്റുകൾക്കകം എത്തിച്ചേരും. അതിനുശേഷം അല്പസമയം വിശ്രമം, ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രം ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരാകുന്നവരെ പ്രധാനമന്ത്രി ആശംസിക്കും എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, സ്മിത, എന്തായാലും ഈ വിവാഹത്തിൽ പങ്കെടുത്ത വധൂവരന്മാരെ, അതായത് 30-ലധികം വരുന്ന വധൂവരന്മാരെ പ്രധാനമന്ത്രി നേരിട്ട് ആശംസിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നെന്തായാലും 65 വിവാഹങ്ങളാണ് ഈ ഗുരുവായൂരിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള. ഈ 65 വിവാഹങ്ങളിൽ 38 വിവാഹങ്ങൾ അത് 6:30-ക്കുള്ളിൽ പൂർത്തിയാക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതുപ്രകാരം ഈ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള വധൂവരന്മാർക്കും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം പ്രത്യേക പാസ്സൊക്കെ നൽകിക്കൊണ്ട് ഇവരെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ 18 വിവാഹങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. ഇവരെത്താൻ വൈകിയതും, അല്ലെങ്കിൽ ഈ സമയം 6:30-ക്കുള്ളിൽ ഇവർക്ക് നടത്താം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഈ വിവാഹം നടത്താം എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അവർ സ്വമേധയാ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വിവാഹമാകാം എന്ന് കരുതി മാറിയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, ചലച്ചിത്ര താരത്തിൻ്റെ മകളുടെ വിവാഹത്തിലാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സാധാരണക്കാരായ അവരുടെ വിവാഹങ്ങൾ, ഗുരുവായൂരിൽ വെച്ച് നടത്താനിരുന്ന വിവാഹങ്ങൾ പലതും മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നു അത് കൂടുതലും. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തന്നെ ആ രീതിയിൽ വാർത്തകൾ നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൃത്യമായി നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഭാര്യ ചിത്രയും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സൂരജ് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ കൃത്യമായി ഈ മറ്റ് വിവാഹങ്ങളെല്ലാം തന്നെ ഗുരുവായൂരിൽ താലികെട്ട് ചടങ്ങ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന എല്ലാ വിവാഹങ്ങളും അവിടെ നടക്കാനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. മറ്റ് കാരണങ്ങൾ കൊണ്ട്, അതായത് അങ്ങോട്ടേക്ക് വൈകി എത്തുക, ആ രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് വിവാഹങ്ങൾ, ഈ 60-ലേറെ വിവാഹങ്ങളുള്ളത് 30-ലേറെ വിവാഹങ്ങളായി മാറുന്നത്. അല്ലാതെ ഈ ഒരു പ്രത്യേക ചടങ്ങ് പ്രകാരമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ടോ ഈ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ ഒന്നും തന്നെ മാറ്റിവെക്കുന്നില്ല എന്നത് പ്രത്യേകം എടുത്തു പറയണം എന്ന് തോന്നുന്നു, അല്ലേ സൂരജ്? ഇപ്പോൾ ഷാജി കൈലാസും ചലച്ചിത്ര നടി ആനി ചിത്രയാണ് ഇപ്പോൾ അല്ലേ ക്ഷേത്രത്തിന് പരിസരത്ത് പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഷാജി കൈലാസ്. എത്രയോ ചിത്രങ്ങളിലാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. സൂരജ്, ക്രിസ്റ്റീന, എന്തായാലും ഈ വിവാഹങ്ങളെ സംബന്ധിച്ച് തന്നെയായിരുന്നു വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു താരത്തിന്റെ മകളുടെ വിവാഹം നടക്കുന്നു, ആ സമയത്ത് ഈ മറ്റുള്ളവരുടെ വിവാഹം മാറ്റിവെക്കുന്നത് ശരിയല്ല എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം, അല്ലെങ്കിൽ അത്തരം ഈ ആശങ്കകൾക്കെല്ലാം പരിഹാരമായിരിക്കുന്നു എന്ന് വേണം ഈ നിമിഷത്തിൽ പറയാൻ. കാരണം ഈ വിവാഹങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്നത് തന്നെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസും അതിൽ കൃത്യമായി ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഈ 38-ലേറെ വിവാഹങ്ങൾ, 38 വിവാഹങ്ങൾ 6:30-ക്കുള്ളിൽ നടത്തുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ബാക്കി വിവാഹങ്ങൾ കൂടി നടത്താനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരം തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ വധൂവരന്മാരെ സംബന്ധിച്ച് ഈ വാർത്തകളൊക്കെ വന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായും ഉള്ളിൽ ആശങ്കകൾ ഉണ്ടായി കാണും. പക്ഷേ അവരെ ഈ നിമിഷം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ വിവാഹ ചടങ്ങിൽ, അല്ലെങ്കിൽ അവരുടെ വിവാഹവേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു അസുലഭ നിമിഷം, അതാണ് ഈ വധൂവരന്മാർക്ക് സമ്മാനിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 30-ലേറെ വധൂവരന്മാരെയാണ് ഈ പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് കണ്ട് ആശംസിക്കുന്നത്. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഈ ഗുരുവായൂരിലൊക്കെ വിവാഹം നടത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിരിക്കും. പക്ഷേ ആ അനുഭവത്തിനൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ അതിലേറെ ഒരു വലിയ അനുഭൂതി നൽകുന്ന ഒരു കാര്യം കൂടി ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇവരുടെ വിവാഹവേളയിൽ ഇവരെ ആശംസിക്കാൻ എത്തുന്നത്. ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരുടെ വിവാഹ ദിനം ഇവരെ എത്തി ആശംസിക്കുമെന്നത് ആരും ഈ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ അങ്ങനെ ഒരു അസുലഭ നിമിഷം അത് ഈ വധൂവരന്മാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഇന്ന് വിവാഹം നടന്ന, അതായത് രാവിലെ വിവാഹം കഴിച്ച 30-ലേറെ വധൂവരന്മാരെ ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ വെച്ച് ആശംസകൾ നേരും. അവർക്കും പ്രത്യേക പാസുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം പലരും ഈ പ്രധാന നടയിൽ നിന്ന്, അതായത് ഈ കിഴക്കേ നടയിൽ നിന്നെല്ലാം ഇവരെ മാറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതായത് ഈ ക്ഷേത്ര സന്ദർശനം പൂർത്തിയായതിന്
പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇവരെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ആ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം, അതായത് ഈ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുകയും ഇവരെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ഇവരെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേക പാസുകളെല്ലാം തന്നെ SPGയും പോലീസും എല്ലാം നൽകിക്കൊണ്ട് ഇവരെയും പ്രത്യേകമായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളോളമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരുണ്ട്. അവർ അങ്ങനെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപാഡ് ഗ്രൗണ്ടിൽ വിമാനത്തേക്ക് കണ്ണും നട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ ആകാശത്തുകൂടി പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ വരവ് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. BJPയെ സംബന്ധിച്ച് ഈ മാസം തന്നെ പ്രധാനമന്ത്രി ഇത് 2ാം തവണയാണ് തൃശ്ശൂരിൽ എത്തുന്നത്. ആദ്യ തവണ എത്തിയപ്പോൾ നൽകിയതിനേക്കാൾ മികച്ച ഒരു സ്വീകരണം, ആ സ്വീകരണം അത് തൃശ്ശൂരിൽ ഒരുക്കുക എന്നുള്ളത് BJP ജില്ലാ ഘടകത്തിന്റെ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രസ്റ്റീജ് വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്വീകരണം അത് പ്രധാനമന്ത്രിയുടെ 2ാം വരവിന് ഒരുക്കുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പുലർച്ചെ മുതലെത്തിയ പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഹെലിപാഡിൽ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് നടുവിലേക്കാണ് ഈ പ്രധാനമന്ത്രി വന്നിറങ്ങുക. അങ്ങനെ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ ഈ പ്രധാനമന്ത്രിക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കും. ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ ഇങ്ങോട്ടേക്ക് എത്തുക, അതായത് ഗുരുവായൂരിലേക്ക് എത്തുക. അവിടെ ദേവസ്വത്തിന്റെ അതിഥി മന്ദിരമുണ്ട്, ശ്രീവത്സത്തിലേക്കാണ് അദ്ദേഹം 7:15 കൂടി അല്ലെങ്കിൽ 7:20 കൂടി, അതായത് 7:15 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 15 മിനിറ്റോളം ഈ ഷെഡ്യൂൾ ഡിലേ ആകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 7:30 കൂടി അദ്ദേഹം ഈ ശ്രീവത്സത്തിലേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഈ വസ്ത്രം മാറുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയുള്ള കുറച്ച് സമയം മാത്രമാണ്. ഈ വസ്ത്രം മാറിയതിനു ശേഷം അദ്ദേഹം 7:40 കൂടി 7:45 കൂടി അദ്ദേഹം ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തും. ആ സമയത്ത് ദേവസ്വം ചെയർമാൻ അടക്കമുണ്ട്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അടക്കമുണ്ട്. കാരണം കുറേ ദിവസങ്ങളായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ എല്ലാം അകമഴിഞ്ഞ ഒരു പിന്തുണ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വത്തിന്റെ ഇടപെടൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ വിവാഹത്തെ സംബന്ധിച്ചെല്ലാം വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന സമയത്ത് പോലും ദേവസ്വം അതിൽ കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നു. ദേവസ്വം പറഞ്ഞത് വിവാഹങ്ങൾ തടസ്സമില്ലാതെ നടത്തും, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ മറ്റൊരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു നിലപാടായിരുന്നു ദേവസ്വം എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായ ഒരു വിശദാംശങ്ങൾ പോലും, അല്ലെങ്കിൽ ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വിശദാംശങ്ങൾ തുടങ്ങി എല്ലാം ഒരു സ്വകാര്യതയോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു വിവാദങ്ങളിലേക്കും ഈ സന്ദർശനം വലിച്ചിഴക്കേണ്ടതില്ല എന്ന നിലപാടോടുകൂടിയാണ് ഈ ദേവസ്വം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കണ്ടത്. ആ ദേവസ്വം ഇവിടെ ഒരുക്കുന്നതും ഒരു മികച്ച സ്വീകരണമാണ്. ഗുരുവായൂരപ്പന്റെ ദാരുശില്പം നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ കണ്ണന്റെയും രാധയുടെയും എല്ലാം ഗോപികുമാരോടൊപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ പ്രത്യേക ചുമർചിത്രവും എല്ലാം നൽകിക്കൊണ്ടാണ് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അതിനുശേഷം അദ്ദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങിയതിനു ശേഷമായിരിക്കും ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. അദ്ദേഹത്തെ കാണാനായിട്ട് ഈ നമ്മുടെ ഈ ക്യാമറയ്ക്ക് പുറകിലാണ് ആളുകൾ, അതായത് 100 കണക്കിന് ആളുകൾ നമ്മുടെ ഈ ദൃശ്യം പകർത്തുന്ന ക്യാമറയ്ക്ക് പുറകിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ദൂരത്ത് നിന്നെങ്കിലും ഒരു നോക്ക് പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ്. അതായത് കണ്ണനെ കാണാൻ മണിക്കൂറുകളോളം കാത്തുനിന്ന ജനതയാണ്. ആ ജനതയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. കാരണം 100 കണക്കിന് ആളുകളാണ്. കാര്യം ഈ നടപ്പന്തലിന്റെ അങ്ങേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ദൂരത്തു നിന്നാണെങ്കിലും പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് മുന്നിൽ സൂരജ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ കാര്യമാണ്. പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും സുരക്ഷ അതിന്റെ രീതിയിൽ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്രതീക്ഷിതമായ ഒരു പക്ഷേ പ്രധാനമന്ത്രി ഈ സുരക്ഷാ വലയമൊക്കെ ഭേദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തെ കാണാൻ എത്തിയവരെ അവർക്ക് അരികിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്രമാണ്, ക്ഷേത്ര പരിസരത്ത് എത്തുന്നവർ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്നെത്തുമ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല അവസരങ്ങളിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ എത്തുമ്പോൾ അവർക്കിടയിലേക്ക് അവർക്കരികിലേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് ആശയ വിനിമയം നടത്തുന്നു. ഇതൊക്കെ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ആ രീതിയിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ക്ഷേത്ര പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്, മറ്റ് വിവാഹങ്ങൾ നടന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹങ്ങളൊക്കെ തന്നെ ക്ഷേത്ര പരിസരത്ത് ഈ മുഹൂർത്തം എന്നുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം തന്നെ ക്ഷേത്രങ്ങളിൽ വിവാഹം നടക്കുമ്പോൾ അത് മുഹൂർത്തം എന്നുള്ളത് അതൊരു പ്രധാന ഘടകമാകുന്നില്ല. ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വിവാഹം നടത്താവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു.
പറയുന്നു. വലിയൊരു തിരക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ പരിസരത്തൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ സൂരജ് തന്നെ പറഞ്ഞിരുന്നു, മാധ്യമങ്ങൾക്ക് ക്യാമറകൾക്കൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിൽ നിന്നായി നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ശ്രീവത്സം അവിടെയാണ് അദ്ദേഹം ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തുക. ക്ഷേത്ര ദർശനത്തിനായുള്ള വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അതിനുശേഷം ക്ഷേത്ര ദർശനം, അതിനുശേഷമാകും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുക. ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്.